ഉള്ളിയും നമ്മൾ ഇട്ടേക്കുന്ന പച്ചമുളക് കറിവേപ്പില എല്ലാം മുരിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനാട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളെ ഉള്ളിവട കണ്ടോ എണ്ണ കിടന്ന് തിളക്കണ കാണാൻ എന്നാ ഒരു ലുക്കാന്ന് നോക്കി. ഇതാണ് നമ്മുടെ നമുക്ക് ഉള്ളിവട നമ്മൾ ഉണ്ടാക്കിയ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ. എൻ്റെ ഉള്ള ഒരുപാട് കട്ടിയിലില്ല, അതുകൊണ്ട് എൻ്റെ ഉള്ളിലത്തെ എല്ലാം നല്ലപോലെ വെന്ത് ഇരിക്കുന്നുണ്ട്. നമ്മളെ കടിക്കുമ്പോൾ ഉള്ള ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടോ കഴുകുന്ന സൗണ്ട് വെക്കും. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുള്ള ഒരു കിടിലൻ ഉള്ളിവടയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ളിവട ഉണ്ടാക്കലാട്ടോ. അപ്പോൾ പണ്ട് ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ഒരുപാട് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല മൊരിഞ്ഞിരിക്കുന്ന ഉള്ളിവട ഉണ്ടല്ലോ, അതേപോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കിടിലൻ ഉള്ളിവടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചായക്കടയിലൊക്കെ ഉള്ളി കുറവായിട്ട് മാവ് കൂടുതലായിട്ട് ഉണ്ടാക്കി വരുന്ന സവോള ഇവിടെ ഉണ്ടല്ലോ, അതല്ല നമ്മൾ ഈ സവോള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോള കൂടുതലിട്ടിട്ട് നല്ല മുരിമുരിയായിട്ട് ക്രിസ്പി ആയിട്ട് നമ്മൾ സവോള വട ഉണ്ടാക്കിയെടുക്കും, ഉള്ളിവട ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 1/2 കിലോ സവോള എടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേഗം. നമ്മൾ ഈ സവോള അരിയുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതെ, നമുക്ക് വേണ്ട സവോള നമ്മൾ വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോളിനകത്തേക്ക് മാറ്റാം കേട്ടോ. അതായത് ഇതിനകത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളിവടക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ സവോള മാറ്റാം. അടുത്തത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കറുവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ എടുക്കാം കേട്ടോ. 2 പച്ചമുളക് കേട്ടോ നമ്മൾ എടുത്തോളൂ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്. പച്ചമുളക് ഈ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിയണം. ഇഞ്ചി നല്ലപോലെ നമ്മളിത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ, കൊത്തി അരിഞ്ഞ് വലിയ പീസായിട്ടില്ല. പിന്നെ ഈ കറുവേപ്പില നമുക്ക് ഇങ്ങനെ ഇട്ടാൽ പോലെ, ഈ കറുവേപ്പില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം കൂടെ പിടിച്ച് മടക്കിയതിന് ശേഷം ഒരു ചെറുതായിട്ട് നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, കറുവേപ്പില ഇതെല്ലാം ഇങ്ങനെ എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. യെസ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന ഈ സവോളയും ഇതുണ്ട്, ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കുന്നത്. ഇതൊക്കെ അതിന് വിടിയിപ്പിച്ചെടുക്കണം. അതോടൊപ്പം നല്ലപോലെ മിക്സും ചെയ്യണം കേട്ടോ. ഇതിനകത്ത് വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഈ കുഴയ്ക്കുന്ന സവോളയ്ക്കകത്ത് തന്നെ ഇത് കേട്ടോ വെള്ളമുണ്ട്. നമ്മളൊന്ന് കുഴച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളം ഇറങ്ങും കേട്ടോ സവോളയിൽ നിന്ന് തന്നെ. അപ്പം നമ്മൾ അരിഞ്ഞേക്കുന്ന സവോളയൊക്കെ ഉണ്ടാവും നല്ല തിന്നായിട്ടാണ്, എന്നാലാണ് ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ പാടായിരിക്കും. ഇത് അരിയുമ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇതിനകത്ത് വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് ഇതിനകത്ത് വേറെ പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒന്നും ഇടാതെ തന്നെ ഇങ്ങനെ ഒന്ന് ശരിക്കും ഈ സവോള മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് 5 മിനിറ്റ് ഇത് റെസ്റ്റിന് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മാവും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവോള കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടോ. ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ അതേ ഊറി കാണും. ഇതേ നോക്കി, അതിനകത്ത് ഫുള്ള് വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട് ഉണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു നുള്ള പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വേറെ വെള്ളമൊന്നും പുറത്തുനിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്. ഇത് കുഴഞ്ഞു വരാനായിട്ടുള്ള വെള്ളം ഈ സവോള തന്നെ ഉണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ മാവിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ വേണമെങ്കിൽ ആഡൊക്കെ ചെയ്യാം കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചീഞ്ചട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടുന്ന ഉള്ളിവട മുങ്ങി വരാനുള്ള അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം എന്ത് ചെയ്യും, നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ ഉള്ളി മാവ് കൊണ്ട് നമുക്ക് ഉള്ളിവടയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് പോർഷൻ ഇങ്ങനെ എടുക്കുക കൈ കൊണ്ട് തന്നെ. നമ്മൾ ചെറിയ വലിപ്പത്തിലാണ് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും നല്ല വേഗം തന്നെ മുരിഞ്ഞു വരും കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ജസ്റ്റ്
ഒന്ന് റൗണ്ട് പോലെ ആക്കിയതിന് ശേഷം കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാട്ടോ. ഇങ്ങനെ ഇത്രയും വലിപ്പം മതി നമുക്ക്. ഈ ഒരു വലിപ്പം ആകുമ്പോൾ നമുക്ക് ഇടാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കിട്ടും. ഇത് ഒരുപാട് ചെറുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉണ്ട്. നമ്മൾ ഈ എടുക്കുന്ന ഇതിൻ്റെ ഒരു സൈസ് മാവിൻ്റെ സൈസ് പോലെ ഇരിക്കും. ഒരുപാട് തിക്ക് നിറച്ചിടാതെ ചെറിയൊരു ചീൻചട്ടിയാണ് എടുക്കണമെങ്കിൽ അതിനകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള അത്ര ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളിയോടെ കണ്ടായിരുന്നേ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പം ഫ്ലെയിം ഇട്ടേക്കുന്ന ഒരു ലോ ഫ്ലെയിമാണ്. ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു കൂട്ടോ, വേഗം ഇതിൻ്റെ ഉള്ളിയൊക്കെ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നല്ലപോലെ വേവിച്ചതിന് ശേഷം മൊരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ നാളെ വെച്ചാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ചീഞ്ചട്ടി അത്യാവശ്യം ചെറുതാണ്. ഇത് ഒഴിച്ചേക്കുന്ന ഓയിലും ഉണ്ടോ, ശരിക്കും നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളിയോടെ മുങ്ങിക്കിടക്കാനുള്ള അത്രയും ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുങ്ങിക്കിടന്ന് എടുക്കാനായിട്ടുള്ള രീതിയിൽ ഉള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം ഡീപ്പ് ഫ്രൈ ആയിട്ട് വരും. ഇട്ടേക്കുന്ന ഉള്ളിയോടെ ഏകദേശം ഒരു 5 മിനിറ്റോളം വൺ സൈഡ് എണ്ണ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് മറിച്ചിടാം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ കയറി വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് മുരിഞ്ഞ് കാണും. യെസ്, ഒരുപാട് അങ്ങ് കരിയിച്ചൊന്നും കളയണ്ട കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ടിത് മുരിച്ചെടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന് നമുക്ക് മറിച്ചിടണം. മറ്റേ സൈഡും ഈ ഒരു സെയിം കളർ തീമിലേക്ക് വരുമ്പോഴത്തേന് നമുക്കിത് വാങ്ങാം കേട്ടോ. അപ്പം നമ്മളെ ഉള്ളിവട കണ്ടോ, എണ്ണ കിടന്ന് തിളക്കണ കാണാൻ എന്നാ ഒരു ലുക്കാന്ന് നോക്കി. നല്ല അടിപൊളി പാറ്റകളിൽ ഇങ്ങനെ കിടന്ന് എണ്ണ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇട്ടേക്കുന്ന ഉള്ളിയോടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി രണ്ട് സൈഡും കണ്ടോ. നമുക്കിത് വാങ്ങാം കേട്ടോ. രണ്ട് സൈഡ് നല്ലപോലെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാവും കേട്ടോ. ഇതിലും കൂടുതൽ കളറാകാൻ നോക്കി നിൽക്കണ്ട കേട്ടോ. ഇതാണ് ഇതിൻ്റെ മാക്സിമം കളർ. നമുക്കിത് വാങ്ങാം. ഇതിൻ്റെ എണ്ണയൊക്കെ മാക്സിമം കളയാൻ പറ്റുന്ന രീതിയിൽ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ സെയിം രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അത് ചിലതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടും. കാണുമ്പോൾ തന്നെ ഇതിനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടെന്ന് നമുക്ക് അറിയാം കേട്ടോ. ഉള്ളിയും ബാക്കി സംഭവങ്ങളെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എണ്ണ കുടിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മളിത് കോരി എടുക്കുമ്പോൾ മാക്സിമം ഇതിൻ്റെ എണ്ണ ഊറ്റി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഇതിൻ്റെ എണ്ണ എല്ലാം ഊരി പൊക്കോളും. അത്യാവശ്യം എണ്ണയൊക്കെ പൊക്കോളും. ടിഷ്യൂ പേപ്പറിനകത്ത് കിടക്കുമ്പോഴും കുറച്ച് എണ്ണ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടകൾ കേട്ടോ. എന്നെ ഒരു കളറും എന്നെ ഒരു പാറ്റേണും വന്ന് നോക്കി. ഇട്ടേരുന്ന ആ സവോളയും എല്ലാം നല്ല പോലെ മുരിഞ്ഞ് ആ ഉള്ളിവട മേളിക്കോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അടിപൊളി ഒരു ലുക്കിലും നല്ലൊരു പാറ്റേണിലും നമുക്ക് ഉള്ളിവടകളെല്ലാം കിട്ടിയിട്ടോ. നല്ല സ്മെല്ലാണ് തന്നെ ആ മുരിഞ്ഞേൻ്റെ. ഉള്ളിവട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ അന്യായ സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലുക്കും ഫീലൊക്കെ അതെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടോ, ആ ഉള്ളിയും നമ്മൾ ഇട്ടേക്കുന്ന പച്ചമുളക് കറിവേപ്പില എല്ലാം മുരിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അന്യ സ്മെല്ലാണ് തന്നെ. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഒട്ടുക്കത്തെ സ്മെല്ലാണ്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അടിപൊളി ടേസ്റ്റാണുള്ളത്. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആ ഇൻട്രോയിൽ പറഞ്ഞ
പണ്ട് കാലങ്ങളിലൊക്കെ ചായക്കടയിൽ ഇത് കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ചായക്കടയിലൊക്കെ ഉള്ളി കുറവായിട്ട് റൗണ്ടിലുള്ള ഉള്ളിവടയാണല്ലോ കിട്ടുന്നത്. അത് ഉള്ളി വട എന്ന് പറയാൻ പറ്റില്ല, അത് ഉള്ളി വളരെ കുറവായിരിക്കും. മാവാണ് കൂടുതലും ഇതിനകത്ത്. എന്നാലും മാവ് വളരെ കുറവാണ്, ബാക്കി ഫുള്ള് സവോളയാണ്. അപ്പോൾ ഈ സവോള എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു അന്യായ ഒരു ടേസ്റ്റാണ്. അതേ പ്ലസ് ഈ മാവ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല കിടിലമായിട്ടുള്ളൊരു 4 മണിക്കത്തെ ഒരു സ്നാക്സ് ആക്കി നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സവോളയ്ക്കൊക്കെ വില കൂടിയോണ്ടായിരിക്കണം ഇതുപോലത്തെ ഉള്ളിവടകളൊക്കെ ചായക്കടയിലൊക്കെ കുറച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ഒരു ഉള്ളിവട ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്, എന്നിട്ട് പറയാം. ഞാൻ ഈ പാത്രം ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തതാണ്. ഉപ്പൊക്കെ കറക്റ്റ് ആട്ടോ നമ്മളിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ നമുക്ക് ഉള്ളിയോടെ നമ്മൾ ഉണ്ടാക്കിയ ഭയങ്കര തിന്നായിട്ടാണ് കേട്ടോ. ഇത് ഉള്ള ഒരുപാട് കട്ടിയിലില്ല, അതുകൊണ്ട് എൻ്റെ ഉള്ളിലത്തെ എല്ലാം നല്ലപോലെ വെന്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ കടിക്കുമ്പോൾ ഉള്ള ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കഴുകുന്ന സൗണ്ട് വെക്കും. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റുള്ള ഒരു കിടിലൻ ഉള്ളിവടയാണ്. എത്ര ഉണ്ടെങ്കിലും കഴിക്കും, പക്ഷെ ഒരുപാട് ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് നല്ലപോലെ ഓയിലുണ്ട്. എന്നാലും നമ്മൾ അത്യാവശ്യം ഓയിലെല്ലാം ഊറ്റി കളഞ്ഞു പിന്നെ ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടിട്ടാണ് എടുത്തത്. എന്നാലും ഓയിലുണ്ട്. ഒരു 1-2 കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഉള്ളിവട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റായിട്ട് എഴുതുക. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഉള്ളിവടയൊക്കെ പോയി കഴിച്ചിട്ട് വരാം. നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.